മനുഷ്യസങ്കല്പങ്ങൾക്കതീതമായ അനന്തശക്തി വിഭാവനം ചെയ്ത ഈ പ്രപഞ്ചത്തിന്റെ മാഹാത്മ്യം അതിരുകളില്ലാത്തതാണ്. സൃഷ്ടിയുടെ ഉത്കൃഷ്ടതയും തികവും പ്രപഞ്ചത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പ്രകടമാണ്. സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം മഹത്തരമാണ്. എന്നാൽ സൃഷ്ടി എന്നതിനപ്പുറവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയ്ക്ക് ഒരു തലമുണ്ട്. മനുഷ്യൻ ശാസ്ത്രസങ്കേതങ്ങൾ ഉപയോഗിച്ച് അവനെക്കുറിച്ച് തന്നെ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത്. മനുഷ്യ മസ്തിഷ്കമെന്നാൽ ഒരു മഹാബുദ്ധികേന്ദ്രം വിഭാവനം ചെയ്തിരിക്കുന്ന കേവലമൊരു അവയവം മാത്രമല്ല, അതിലുപരി മറ്റെന്തൊക്കെയോ ആണ്. ഇത്തരം തിരിച്ചറിവുകൾ ആധുനിക മനുഷ്യന്റെ സ്വയാവബോധത്തെ കൂടുതൽ ആഴമുള്ളതാക്കി തീർക്കുന്നു. ആധുനിക ശാസ്ത്രത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് കേവലം 5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ആ കാലഘട്ടം മുതലാണ് മനുഷ്യൻ തൻ്റെ കൺമുന്നിൽ കാണുന്ന പലതിനും ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ സ്പഷ്ടമായ വിശദീകരണം കണ്ടെത്തി തുടങ്ങിയത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയ്ക്ക് മാത്രമാണ് അതിസങ്കീർണം എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന വിഷയങ്ങൾ ശാസ്ത്രം ഒരു പരിധിവരെയെങ്കിലും കൈകാര്യം ചെയ്തു തുടങ്ങിയത്. അതിൽ പലതും മനുഷ്യനുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങളായിരുന്നു. വളരെ മുമ്പ് മുതൽ മനുഷ്യനെ വിസ്മയിപ്പിച്ചിരുന്ന ചില പ്രതിഭാസങ്ങൾ ചില വ്യക്തികളിൽ പ്രകടമായിരുന്നു. അത്തരം വ്യക്തികൾ മിസ്റ്റിക്കുകൾ എന്ന് അറിയപ്പെട്ടു. അവരിലൂടെ ലോകം കണ്ട അമാനുഷിക പ്രതിഭാസങ്ങൾ എക്കാലത്തും ചർച്ചകളായി മാറിയിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ പിൻബലത്തിൽ സമീപകാലങ്ങളായി ഇത്തരം വേറിട്ട കാഴ്ചകളെയും അനേകം ഗവേഷകർ പഠന വിഷയമാക്കിയിട്ടുണ്ട്. അതിന്റെ ഫലമായി അത്ഭുതകരമായ അനവധി തിരിച്ചറിവുകൾ മനുഷ്യ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈശ്വരൻ വസിക്കുന്നത് ഹൃദയത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസം. അത് നല്ലൊരു സമീപനമാണ്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, അവസാനം എനിക്ക് മനസ്സിലായി ഹൃദയമാണ് ഈശ്വരൻ്റെ വാസഗേഹം എന്നൊക്കെ. ആ പാട്ടിൻ്റെ ഈരടികളൊക്കെ നമുക്ക് വളരെ സുപരിചിതമാണ്. ഇന്ന് ന്യൂറോ സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി കൂട്ടിപ്പറയണമെന്ന് പറയുന്നു. ഹൃദയത്തിൽ വസിക്കുന്നത് പോലെ തന്നെ ദൈവം തലച്ചോറിലും വസിക്കുന്നു എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ന്യൂറോ മിസ്റ്റിസിസം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത്. മനുഷ്യൻ്റെ മതാത്മകതയുടെ സമുന്നതമായ ഒരു ഭാവമാണ് മിസ്റ്റിസിസം. അതീന്ദ്രിയ വിശ്വാസമെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കും. അപരിമേയമായ ഒരു ആത്മീയ അവസ്ഥയാണ് മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഈ മിസ്റ്റിസിസം എന്ന് പറയുന്ന മതാത്മക പ്രതിഭാസത്തെ ഇന്ന് മസ്തിഷ്ക ശാസ്ത്രത്തിൻ്റെ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് ഒത്തിരി ആഖ്യാനം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കൈകാര്യം ചെയ്യുന്നത് ന്യൂറോ മിസ്റ്റിസിസം എന്ന വിഷയമായിരിക്കും. പലപ്പോഴും തികഞ്ഞ ആത്മീയരായ വ്യക്തികളിലാണ് ഇത്തരം നിഗൂഢ പ്രതിഭാസങ്ങൾ കാണാറുള്ളത്. പ്രാർത്ഥനകളുടെയും വിശുദ്ധി നിറഞ്ഞ ജീവിതചര്യകളുടെയും പിൻബലത്തിൽ ശാരീരികമായും മാനസികമായും ചില സവിശേഷതകൾ അത്തരക്കാരിൽ പ്രകടമാകുന്നു. അത്തരം അത്ഭുത പ്രതിഭാസങ്ങൾ പലതും മറ്റൊരു വിധത്തിലും ഒരാൾക്ക് അനുകരിക്കുവാൻ കഴിയുന്നവയുമല്ല. ഈ പശ്ചാത്തലത്തിൽ മിസ്റ്റിക്കുകളിൽ കാണപ്പെടുന്ന അത്ഭുത സവിശേഷതകളെപ്പറ്റി അനവധി ഗവേഷകർ ന്യൂറോ സയൻസിന്റെ വെളിച്ചത്തിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മതവും മിസ്റ്റിസിസവും നമ്മളുടെ ഇടയിൽ കുറച്ച് ആളുകളെയെങ്കിലും കണ്ടുകിട്ടുവാൻ പറയും അസാധാരണ മനുഷ്യരായിട്ടുള്ളവർ, മിസ്റ്റിക്സ് ആയിട്ടുള്ളവർ. ഇവരെ നമ്മൾ എങ്ങനെ ശാസ്ത്രീയപരമായ, അതായത് ന്യൂറോളജിക്കൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ പറ്റും?
ചില അതിസ്വാഭാവിക ആത്മീയ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒത്തിരി വ്യക്തിത്വങ്ങളെ പറ്റി പറയാറുണ്ട്. അവരെയാണ് നമ്മൾ മിസ്റ്റിക്കുകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് വിശുദ്ധ അമ്മത്രേസ്യയെ പോലെയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് തന്നെ സ്വതന്ത്രരായി അന്തരീക്ഷത്തിലേക്ക് ഉയരുമായിരുന്നു എന്ന് പറയുന്ന പാരമ്പര്യങ്ങളും റിപ്പോർട്ടുകളുമുണ്ട്. രമണ മഹർഷിയെ പോലെയുള്ള മഹാവിശുദ്ധര് ധ്യാനത്തിലായിരിക്കുമ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ തന്നെ ഇഴജന്തുക്കളും മറ്റും വന്ന് ഭക്ഷിക്കുമ്പോൾ അദ്ദേഹം അറിയുമായിരുന്നില്ല പോലും വേദനയിൽ നിന്ന് വിമുക്തമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. 1960കളിൽ ലോകം മുഴുവനും പ്രശസ്തമായ ഒരു ഫോട്ടോയുണ്ട്. ഒരു ബുദ്ധ സന്യാസി വിയറ്റ്നാമിലെ വയലൻസിനെതിരെ ആത്മാഹൂതി നടത്തി പ്രതിഷേധിക്കുകയാണ്. അദ്ദേഹം നടുറോഡിൽ നൂറുകണക്കിന് ആളുകളുടെ മധ്യേ പോയി കുത്തിയിരുന്ന് പെട്രോൾ ഒഴിച്ച് സ്വയം ദഹിപ്പിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒരു വാക്ക് പോലും ഉരുവിടുകയോ ഒരു ചെറുവിരൽ പോലും അനക്കുകയോ ചെയ്തില്ല, ഇങ്ങനെ കത്തിച്ചാമ്പലാകുമ്പോഴെന്ന് പറയുന്നു. ലോകം വളരെ അത്ഭുതത്തോടു കൂടിയാണ് ആ ചിത്രത്തെ നോക്കി കണ്ടുകൊണ്ടിരുന്നത് എന്ന് പറയും. ചില ധ്യാനപ്രസംഗകരൊക്കെ ശിരസിൽ കൈവച്ച് കഴിയുമ്പോൾ വിശ്വാസികൾ പുറകോട്ടേക്ക് ഏതാണ്ട് ഇലക്ട്രിക് ഷോക്ക് അടിച്ചതുപോലെ മറിഞ്ഞു വീഴാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ പ്രാർത്ഥിക്കുന്ന വേളയിൽ ചിലരുടെ ഫേസിൽ നിന്ന് മുഖത്തു നിന്നും ബൾബ് കത്തുന്നത് പോലെ പ്രകാശം പുറത്തോട്ട് വരുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ പ്രതിഭാസങ്ങളെ ഇന്ന് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഗഹനമായിട്ട് പഠന വിഷയമാക്കിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അവർ ഒരുപാട് പുതിയ നിഗമനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ആൻഡ്രി ന്യൂബർഗ്, കരോൾ ഓൾബ്രൈറ്റ്, യുജീൻ അക്വീലി, VS രാമചന്ദ്രൻ തുടങ്ങിയ സുപ്രസിദ്ധ ശാസ്ത്രജ്ഞർ ഈ വിഷയം മിസ്റ്റിസിസം തന്നെ അവരുടെ പഠനത്തിൻ്റെ പ്രത്യേകമായ സ്പെഷ്യലൈസേഷനായിട്ട് നടത്തിയിട്ടുണ്ട്. മിസ്റ്റിക്കലായ അനുഭവങ്ങൾ പതിവായി ഉണ്ടാകുന്ന ആത്മീയ വ്യക്തിത്വങ്ങളെ ഉപയോഗിച്ച് ചില ശാസ്ത്രജ്ഞന്മാർ വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരുടെ മസ്തിഷ്കത്തിൽ ആ നിമിഷങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുവാൻ ആധുനിക മസ്തിഷ്ക ശാസ്ത്രത്തിന്റെ നൂതന സാധ്യതകളെ ഉപയോഗിക്കുകയും ചില വ്യക്തമായ തിരിച്ചറിവുകളിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിസ്കൻ സന്യാസിമാർ, ബുദ്ധ സന്യാസിമാർ, ഇവരൊക്കെ ധ്യാനത്തിനിരിക്കുന്ന വേളയിൽ ധ്യാനത്തിൽ നല്ല സ്കില്ലുള്ള, നല്ല ഏകാഗ്രതയുള്ള, മിസ്റ്റിക്കലായിട്ടുള്ള വ്യക്തികളെയാണ് ഇവർ പഠനത്തിന് വിഷയമാക്കുന്നത്. അവരുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പെറ്റ് സ്കാൻ ഇമേജുകൾ എടുത്ത് അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ബ്രെയിൻ എങ്ങനെയാണ്, പ്രാർത്ഥിക്കുന്ന വേളയിൽ എങ്ങനെയാണ്, ഒരു മിസ്റ്റിക്കൽ സ്റ്റേറ്റിലേക്ക്, ട്രാൻസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ബ്രെയിനിൻ്റെ സ്വഭാവം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് മിസ്റ്റിസിസത്തെ പറ്റി ഒത്തിരി പുതിയ കാര്യങ്ങൾ ഇന്ന് അവർ നമുക്ക് പറഞ്ഞു തരുന്നു. ന്യൂറോ മിസ്റ്റിസിസവുമായി ബന്ധപ്പെട്ട് നടന്ന അനവധി പഠനങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നതനുസരിച്ച് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളിൽ മസ്തിഷ്കത്തിൽ പ്രകടമായ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ശാരീരികമായി ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസത്തിന് കാരണമായി എടുത്തു പറയാൻ കഴിയുന്ന ഒരു പ്രവർത്തനം അയാളുടെ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്നു. ആദ്യകാലങ്ങളിൽ മനുഷ്യർ കരുതിയിരുന്നതുപോലെ വിശദീകരണങ്ങളില്ലാത്ത അത്ഭുതങ്ങളല്ല ഇത്തരം പ്രതിഭാസങ്ങളെന്ന് ആധുനിക മസ്തിഷ്ക ശാസ്ത്രം വിശദീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂറോ സയൻസ് എന്താണ് പറയുന്നത്, ഇതിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച്, ഇതെങ്ങനെ സംഭവിക്കുന്നു? അത് ശാസ്ത്രീയമായ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ പൊതു അനാറ്റമി മനസ്സിലാക്കുകയാണ് എങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് 3 ലോബുകളാണുള്ളത്. ഫ്രണ്ടൽ ലോബ്, പെരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്. ഈ ലോബുകളാണ് നമ്മുടെ മതാത്മകതയ്ക്കും വലിയൊരളവ് വരെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത്. വേറെ ബ്രെയിൻ നമുക്കില്ലല്ലോ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കുമ്പോഴേ എന്ന് പറയും. ഈ ലോബുകളിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതിനെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മിസ്റ്റിക്കൽ ട്രാൻസിന്റെ മൊമെന്റിലൊക്കെ ബ്രെയിനിൽ സംഭവിക്കുന്നത് എന്താണ് എന്നുള്ളത്. ഇതിൽ ഈ ടെമ്പറൽ ലോബിൽ ആണ് അമിഗ്ദാല, ഹൈപ്പോതലാമസ്, തലാമസ് തുടങ്ങിയ ഇന്റേണൽ ഓർഗൻസ് നിലനിൽക്കുന്നത്. ഇത് മസ്തിഷ്കത്തിൻ്റെ ലിംബിക് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യൻ്റെ വൈകാരിക വ്യക്തിത്വത്തെ വലിയൊരളവ് വരെ നിയന്ത്രിക്കുന്നത് ഈ ലിംബിക് സിസ്റ്റമാണ്. പ്രത്യേകിച്ച് അമിഗ്ദാല എന്ന് പറയുന്ന ആ ചെറിയ ഒരു ഓർഗൻ. കണ്ണിലൂടെയും ചെവിയിലൂടെയും നമ്മളൊരു സൂചി കടത്തി വിടുകയാണെങ്കിൽ രണ്ടും കൂടെ സന്ധിക്കുന്ന ബിന്ദു ഏതോ അതാണ് അമിഗ്ദാല എന്ന് പറയും. ആൽമണ്ട് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഓർഗനാണെന്ന്. പക്ഷെ വളരെ ക്രൂഷ്യൽ റോളാണ് നമ്മുടെ വൈകാരിക വ്യക്തിത്വത്തിൽ, അവയുടെ രൂപീകരണത്തിലൊക്കെ ഈ അമിഗ്ദാല
സ്വാധീനം ചെലുത്തുന്നത് പോലും എന്ന് പറയും. അപ്പോൾ ഈ അമിഗ്ദാലയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ്, അമിഗ്ദാലയാണ് വലിയൊരു അളവ് വരെ നമ്മുടെ ഭയത്തെ നിർണ്ണയിക്കുന്നത്, നമ്മുടെ സാമൂഹിക പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്നതും ലിംബിക് സിസ്റ്റം തന്നെയാണ് എന്ന് പറയും. അപ്പോൾ ധ്യാനത്തിൻ്റെയൊക്കെ വേളയിൽ സംഭവിക്കുന്നത് ഗ്രാജുവലായിട്ടുള്ള പടിപടിയായിട്ട് ഉയർന്നു വരുന്ന ആത്മീയ അനുഭൂതിയുടെ തലങ്ങളിൽ ബ്രെയിനിലും അതുപ്രകാരം അധികം പ്രവർത്തനം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് എടുക്കുന്ന ബ്രെയിൻ പെറ്റ് സ്കാൻ ഇമേജ് അല്ല പ്രാർത്ഥനയുടെ വേളയിൽ എടുക്കുന്നത്. ട്രാൻസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് മുഴുവനും ബ്രെയിൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആത്മീയതയുടെ അനുഭവത്തെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ മറ്റ് സംവേദനങ്ങളെല്ലാം മനുഷ്യനിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഇല്ലാതാകുകയാണ്. പുതിയ കണക്ഷൻസ് നമ്മുടെ അമിഗ്ദാലയിൽ നിന്നും സെറിബ്രൽ കോർട്ടക്സിലേക്കുള്ള കണക്ഷൻസ് പുതിയത് പലതും ആക്ടിവേറ്റഡ് ആകും ട്രാൻസ് എക്സ്പീരിയൻസിൻ്റെ വേളകളിൽ, പ്രാർത്ഥനയുടെ വേളകൾ. അമിഗ്ദാലയിലെ തന്നെ ചില ആക്ടിവിറ്റീസ്, ഏതാണ്ട് അമിഗ്ദാലയുടെ പല ആക്ടിവിറ്റീസും ആ വേളയിൽ സ്വിച്ച്ഡ് ഓഫ് ആയിട്ട് പോകുകയാണ്. അതായത് ഭയം നമുക്കില്ലാതായി തീരുക ആ വേളയിൽ. അവിടെയാണ് നമുക്ക് ഓവ്, വണ്ടർ, ജോയ് ഇവയൊക്കെ നമ്മൾ കീഴടക്കുവാൻ ഇടയാകുന്നത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ചിന്തിച്ചാൽ മനുഷ്യ മസ്തിഷ്കത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലനങ്ങളാണ് ഒരു വ്യക്തിയുടെ ആത്മീയ അനുഭൂതികളെ നിശ്ചയിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഒരു വ്യക്തിക്ക് സ്വയം അനുഭവപ്പെടുന്നതും അയാളിൽ തന്നെ പ്രകടമാകുന്നതുമായ ഒന്നു മാത്രമല്ല അത്. മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയും വിധമുള്ള മിസ്റ്റിക്കലായ അനുഭവങ്ങളുമുണ്ട്. ഒരാളുടെ സ്പർശത്തിലൂടെ ശക്തി വെളിപ്പെടുകയോ മറ്റുള്ളവരിൽ മാറ്റങ്ങൾ സംഭവിക്കുകയോ ആവാം അത്. എന്തുതന്നെയായാലും മിസ്റ്റിക്കായ വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ ആ മാറ്റം പ്രകടമായിരിക്കുമെന്ന് ഗവേഷകർ വെളിപ്പെടുത്തുന്നു. ഒരു പരിധിവരെ നമ്മുടെ ബ്രെയിനിലെ ചില മേഖലകളിലെ ആക്ടിവിറ്റീസ് സ്വിച്ച്ഡ് ഓഫ് ആകണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പരൈറ്റൽ ലോബ്, ഈ ലോബ് ഇവരിലുള്ള, അതാണ് നമുക്ക് സെൽഫ് അവെയർനെസ് തരുന്നത് എന്ന് പറയുന്നത്. ഞാനെന്നുള്ള ബോധം എനിക്ക് തരുന്നത്, എനിക്കൊരു ശരീരമുണ്ടെന്നുള്ള അവബോധം തരുന്നത് പരൈറ്റൽ ലോബാണ്. പരൈറ്റൽ ലോബിൻ്റെ ആക്ടിവിറ്റീസ് സ്വിച്ച്ഡ് ഓഫ് ആകണം. അതേസമയം തന്നെ എക്സസീവ് ആക്ടിവേഷൻ ഓഫ് ദി ടെമ്പറൽ ലോബ്, ടെമ്പറൽ ലോബിലെ ന്യൂറോണുകൾ അധികമായിട്ട് ഫയർ ചെയ്യുന്നതായിരിക്കും ട്രാൻസ് സ്റ്റേറ്റിൻ്റെ മൊമെൻറ്റുകളിൽ. അവിടെയാണ് ഒരു ജോയ്ഫുൾ എക്സ്റ്റാറ്റിക് എക്സ്പീരിയൻസിലേക്ക് മനുഷ്യൻ്റെ മസ്തിഷ്കം കടന്നു വരുന്നത് എന്ന് പറയുന്നത്. ഒരു പരിധിവരെ ചിലയിടത്ത് ഇൻപുട്ടുകളെ ബ്ലോക്ക് ചെയ്യണം, വേറൊരിടത്ത് അധികം ആക്ടിവിറ്റി ഉണ്ടാവുകയും ചെയ്യണം. സ്വിച്ചിങ് ഓൺ ആൻഡ് സ്വിച്ചിങ് ഓഫ് ദി സർട്ടൺ റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ, അതാണ് കൂടുതൽ മിസ്റ്റിസിസത്തിന് അടിസ്ഥാനമായിട്ട് വർത്തിക്കുന്നത്. ആത്മീയതയുടെ അത്യുന്നതിയിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അവരുടെ സ്വയാവബോധത്തിൻ്റെ അർത്ഥം വളരെ വിശാലമായി തീരുന്നുണ്ട്. സ്വാർത്ഥത പൂർണ്ണമായും കൈവെടിഞ്ഞ് സകലതിനോടും സകലരോടും സമഭാവനയും സ്നേഹവും ഐക്യവും കാത്തുസൂക്ഷിക്കും വിധമുള്ള ഒരു വ്യക്തിത്വമായി മാറണമെങ്കിലും മസ്തിഷ്കത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതുണ്ടെന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാനായി ആത്മീയതയുടെ മാർഗത്തിലൂടെ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലും മസ്തിഷ്ക ശാസ്ത്രത്തിന് വിശദീകരണങ്ങളുണ്ട്. പരൈറ്റൽ ലോബ് സ്വിച്ച്ഡ് ഓഫ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ശരീരമാണെന്നുള്ള അവബോധം തരും. അതിനെയാണ് നമ്മൾ നേച്ചർ മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഫ്രാൻസിസ് അസിസിയെ പോലെയുള്ള മഹാവിശുദ്ധർ ബ്രദർ ഡോഗ് എന്നും സിസ്റ്റർ ബേർഡ് എന്നും ഒക്കെ പറയാനിടയാകുന്നു. അല്ല, ബുദ്ധൻ പക്ഷിയുടെ സംഗീതത്തിൽ ഇന്നത്തെ പ്രഭാഷണം അവസാനിച്ചു അത് കേട്ടിട്ട് എന്ന് പറയാനിടയാകുന്നത് ഈ പറയുന്ന പരൈറ്റൽ ലോബിലെ ആക്ടിവിറ്റീസ് സ്വിച്ച്ഡ് ഓഫ് ആയിട്ട് പ്രപഞ്ചം മുഴുവനും എൻ്റെ ഭാഗമാണ്, ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കണ്ണി മാത്രമാണ് എന്നുള്ള ഒരു അവബോധം ലഭിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആത്മീയതയുടെ നല്ലൊരു ഭാവമാണ് നേച്ചർ മിസ്റ്റിസിസം എന്ന് പറയുന്നത്. അതുപോലെ മിഡിൽ ടെമ്പറൽ ലോബിൽ ഫയർ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് റിലീജിയസ് ഇമോഷൻസ് ഉണ്ടാകുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി വൈകാരികമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അത് മിഡിൽ ടെമ്പറൽ ലോബിലെ ആക്ടിവിറ്റീസ് ന്യൂറോണുകൾ അമിതമായിട്ട് ഫയർ ചെയ്യുന്നത് കൊണ്ടാണ് റിലീജിയസ് ഇമോഷൻസ്. കരിസ്മാറ്റിക്കുകാർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ടാകും. മിഡിൽ ടെമ്പറൽ ലോബാണ് അവിടെ സജീവമാകുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ നമുക്ക് പറഞ്ഞത്. ദൈവവിശ്വാസം അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാനും അത് ജീവിക്കുവാനും കഴിയുന്ന വ്യക്തിത്വങ്ങളുടെ മസ്തിഷ്കശാസ്ത്രപരമായ സവിശേഷതകളും ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തെ ന്യൂറോണുകൾ പ്രവർത്തനക്ഷമമാകുന്നത് വഴിയായി
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ആത്മീയതയുടെയും പ്രാർത്ഥനാ മനോഭാവത്തിൻ്റെയും ആഴം നിശ്ചയിക്കപ്പെടുന്നു. ആധുനിക മസ്തിഷ്കശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഒരു വ്യക്തിയുടെ മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ അളക്കുന്നതിലൂടെ പൂർണ്ണമായും ആ വ്യക്തിയുടെ സവിശേഷതകളെയും അയാളിലുണ്ടാക്കുന്ന പരിവർത്തനങ്ങളെയും തിരിച്ചറിയാൻ കഴിയുമെന്ന് ശാസ്ത്രചിന്തകർ സ്ഥാപിക്കുന്നു. അത്തരം പഠനങ്ങളുടെ വെളിച്ചത്തിൽ നിരീശ്വര ചിന്തകളെയും നമുക്ക് വിലയിരുത്താൻ കഴിയും. ഒരു മനുഷ്യനിലെ മസ്തിഷ്കശാസ്ത്രപരമായ ക്രമീകരണങ്ങളാണ് അയാളെ ദൈവവിശ്വാസിയോ ദൈവനിഷേധിയോ ആക്കി മാറ്റുന്നത്. മാനസാന്തരത്തിലേക്ക് ഒരുവനെ നയിക്കുന്നതും അതുതന്നെ. അതുപോലെ പാരേറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഫ്രണ്ടൽ ലോബ്, ഈ 3 ലോബുകളും കൂടെ സന്ധിക്കുന്ന മസ്തിഷ്കത്തിൻ്റെ മേഖലയാണ് വചനം ഫലദായകമാകുമോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത്. ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ബൈബിളിലെ ഈശോയുടെ വിധക്കാരൻ്റെ ഉപമയിലെ ഫലഭൂയിഷ്ടമായ മണ്ണെന്ന് പറയുന്നത് ഈ 3 ലോബും കൂടെ സന്ധിക്കുന്ന മേഖലയാണ് എന്ന് പറയും. ആ മേഖല സജീവമാണെങ്കിൽ വചനം നമ്മളിൽ ഫലം പുറപ്പെടുവിക്കും. ഉപദേശങ്ങൾ കിട്ടിയാലോ മതപ്രഭാഷണങ്ങളിൽ ശ്രവിച്ചു കഴിഞ്ഞാലോ നമുക്ക് മാനസാന്തരം ഉണ്ടാകും. ചിലരിൽ ആ മേഖല വേണ്ടത്ര ഡെവലപ്ഡ് ആയിട്ടുണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് അവർക്ക് വിശ്വസിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് തീരുമെന്ന്. എത്തിയിസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ജൈവികമായിട്ട് ക്രമീകരിക്കപ്പെട്ടതാണെങ്കിൽ പോലും എല്ലാ മനുഷ്യരിലും നമ്മളത് കാണുന്നില്ല. ഈശ്വരനെ നിഷേധിക്കുന്നവരുണ്ട്. എത്തിയിസത്തെ പറ്റി തന്നെ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതാണ്. ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസം എന്ന് പറയുന്നതും ഒരു പരിധിവരെ അങ്ങനെ നോക്കുമ്പോൾ ഭാഗികമായിട്ട് ഒരു ന്യൂറോളജിക്കൽ ക്രമീകരണങ്ങളുടെ ഭാഗമാണ്. ചിലരുടെ മസ്തിഷ്ക ഭാഗങ്ങൾ വിശ്വാസത്തിൻ്റെ സംവേദനത്തിന് ആവശ്യമായിട്ടുള്ള മസ്തിഷ്ക ഭാഗങ്ങൾ വേണ്ടവത്രം വികസിച്ചിട്ടില്ല എങ്കിൽ അവർ അവിശ്വാസികളുമായിട്ട് മാറാനുള്ള സാങ്കത്യം കൂടുതലുണ്ട് എന്നാണ് ഇന്ന് ന്യൂറോ റിലീജിയൻ്റെ വക്താക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറയുന്നത്. മിഡിൽ ടെമ്പറൽ ലോബ്, ലോവർ ടെമ്പറൽ ലോബ്, നമുക്ക് സേക്രഡ് ഇമേജുകൾ, ഭക്തവസ്തുക്കൾ കാണുമ്പോൾ ഭക്തി എന്ന വികാരം നമുക്ക് കാണുന്നത് ലോവർ ടെമ്പറൽ ലോബിലെ ന്യൂറോണുകൾ ഫയർ ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. അതുപോലെ ഫ്രണ്ടൽ ലോബ് ക്വയറ്റ് ഡൗൺ ചെയ്യുമ്പോഴും ശാന്തമാകുമ്പോഴാണ് നമുക്ക് അറ്റൻഷൻ ലഭിക്കുന്നത് പോലെ ഏകാഗ്രത കൂടുതലായിട്ട് നമുക്ക് കൈവരാൻ ശ്രമിക്കുന്നത് ഫ്രണ്ടൽ ലോബിൻ്റെ ആക്ടിവിറ്റീസിൽ സ്വിച്ച്ഡ് ഓഫ് ആകുമ്പോഴാണ് എന്ന് പറയും. ഇവയൊക്കെയാണ് പ്രമുഖമായിട്ട് നമുക്ക് മിസ്റ്റിസിസത്തിൻ്റെ ന്യൂറൽ മെക്കാനിസമായിട്ട് എടുത്തു കാണിക്കുവാനായിട്ട് സാധിക്കുക. ഇത്തരം പഠനങ്ങളുടെ വെളിച്ചത്തിൽ മനുഷ്യൻ്റെ ആത്മീയത അഥവാ ദൈവവിശ്വാസം മസ്തിഷ്കത്തിൻ്റെ സൃഷ്ടി മാത്രമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. ഇത്തരം കാഴ്ചകളെല്ലാം കേവലം അനുഭവങ്ങൾ മാത്രമാണെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. എന്നാൽ അത്തരം ധാരണകൾക്കെല്ലാം അതീതമായ ഒരു അത്ഭുതകരമായ മെക്കാനിസമാണ് മനുഷ്യ മസ്തിഷ്കം എന്നതാണ് വാസ്തവം. ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ കരുതിയിരുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വിശദീകരണങ്ങൾക്ക് അതീതമായ അത്ഭുതങ്ങൾ മാത്രമാണ് എന്നായിരുന്നുവെങ്കിൽ ഇന്ന് ശാസ്ത്രീയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ നാം തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ അഥവാ ആത്മീയമായ അനുഭവങ്ങൾ പൂർണ്ണമായും മനുഷ്യയുക്തിയുടെ വെളിച്ചത്തിൽ വിശദീകരിക്കാവുന്നതും മനുഷ്യബുദ്ധിക്ക് നിരക്കുന്നതുമാണ് എന്നാണ്. അഗ്രാഹ്യം എന്ന് ഒരു കാലത്ത് നാം കരുതിയിരുന്നവയും കാലത്തിൻ്റെ തികവിൽ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തും വിധം സൃഷ്ടാവ് ക്രമീകരിച്ചിരിക്കുന്നു. ന്യൂറോ സയൻസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ മിസ്റ്റിസിസവും നമ്മളുടെ സ്പിരിച്വാലിറ്റിയും മുഴുവനും ഒരു ബ്രെയിനിൻ്റെ വർക്കായിട്ട് കാണാൻ പറ്റുമോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. നിരീശ്വരത്വപരമായിട്ട് ന്യൂറോ റിലീജിയനെ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുമുണ്ട്. ദൈവമെന്ന് പറയുന്നതും ഈശ്വരാനുഭൂതി എന്ന് പറയുന്നതുമൊക്കെ ഒരു തരം കറുപ്പിൻ്റെ ഇഫക്റ്റാണ് കൊണ്ടുവരുന്നത് പോലും എന്ന് പറയുക. അതായത് കെറ്റാമിൻ തുടങ്ങിയ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ അനുഭൂതികളൊക്കെ മസ്തിഷ്കത്തിൽ സ്വയം ജനിപ്പിക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഈശ്വരൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് വെറും ഒരു ബയോളജിക്കൽ ഫെനോമിനൻ മാത്രമാണ്. അത് വളരെ അപക്വമായ ഒരു സമീപനമാണ്, വളരെ റിഡക്ഷനിസ്റ്റിക് ആയിട്ടുള്ളൊരു സമീപനമാണ് വിശ്വാസത്തോട്. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് ലഭിക്കുന്ന അനുഭൂതിയിൽ വ്യക്തിത്വപരമായ രൂപാന്തരീകരണങ്ങൾ ഒരിക്കലും സംഭവിക്കുന്നില്ല. മനുഷ്യൻ്റെ ഈശ്വരവിശ്വാസം വഴിയാണ് അവൻ്റെ അസ്തിത്വപരമായ ട്രാൻസ്ഫോർമേഷൻ, കൺവേർഷൻ സംഭവിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് കെമിക്കൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും വിശ്വാസം കൊണ്ടുവരുന്ന പരിവർത്തനവും രണ്ടും രണ്ടാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വെറും ഒരു
കെമിക്കൽ ഫെനോമിനായിട്ട്, കെമിക്കൽസിൻ്റെ ആക്ടിവിറ്റീസായിട്ട് റിലിജനെ നമുക്ക് എഴുതി തള്ളുവാനായിട്ട് സാധിക്കുന്നതല്ല. വാസ്തവത്തിൽ ന്യൂറോ സയൻസിൻ്റെ നൂതന സാധ്യതകൾ ഉപയോഗിച്ച് ആഴമേറിയ പഠനങ്ങൾ നടത്തിയ നിരവധിയായ ഗവേഷകർക്കും ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിപ്പറയുവാൻ തങ്ങളുടെ ഗവേഷണങ്ങളിലൂടെ കഴിഞ്ഞിട്ടില്ല. മസ്തിഷ്കം ദൈവത്തെ തിരിച്ചറിയുവാൻ തക്ക വിധത്തിൽ സംവേദനക്ഷമതയുള്ളതായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നും മസ്തിഷ്കത്തിലെ അതിസൂക്ഷ്മമായ ക്രമീകരണങ്ങൾ ദൈവോന്മുഖമായി ട്യൂൺ ചെയ്യപ്പെടാൻ സജ്ജമാണ് എന്നുമാണ് വിദഗ്ധമായ ശാസ്ത്രചിന്തകരുടെ പക്ഷം. ദൈവം എന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ കേവലമൊരു സൃഷ്ടി മാത്രമാണ് എന്ന ഉപരിപ്ലവമായ ചിന്ത അർദ്ധജ്ഞാനത്തിൻ്റെ ഫലമാണ്. ബ്രെയിൻ ഈശ്വരനെ സൃഷ്ടിക്കുകയാണോ അതോ ഈശ്വരനെ സംവദിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതുവരെയുള്ള ന്യൂറോ റിലിജൻ്റെ ഉൾക്കാഴ്ചകൾ മുഴുവനും കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈശ്വര സംവേദനത്തിന് വേണ്ടി മസ്തിഷ്കം വളർച്ച പ്രാപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുകയല്ലാതെ ഈശ്വരനെ മസ്തിഷ്കം ഉണ്ടാക്കിയെടുക്കുകയാണ് എന്ന് പറയുവാൻ ഇന്നത്തെ ന്യൂറോ സയൻസിൽ യാതൊന്നുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ ഒരു ആപ്പിൾ നൽകിയിരിക്കുന്നു, ഞാൻ ആപ്പിൾ ഭക്ഷിക്കുന്നു. ബ്രെയിനിലെ ടേസ്റ്റിനെ നിയന്ത്രിക്കുന്ന മേഖലകൾ എൻ്റെ നാവിലെ ടേസ്റ്റ് ബഡുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് എനിക്ക് ആപ്പിളിൻ്റെ രുചിയുടെ സംവേദനം ലഭിക്കുകയാണ്. അതിനർത്ഥം എൻ്റെ ബ്രെയിനാണ് ഈ ആപ്പിളിനെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. എന്ന് പറഞ്ഞതുപോലെ പ്രകൃതിബദ്ധമായ സങ്കീർണതകൾ കൊണ്ട്, പ്രകൃതിയുടെ തന്നെ അതിസ്വാഭാവിക സവിശേഷതകൾ കൊണ്ട്, ഈശ്വരൻ തന്നെ പ്രകൃതിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന സവിശേഷതകൾ കൊണ്ട് മനുഷ്യൻ്റെ മസ്തിഷ്കം, പ്രകൃതിയുടെ തന്നെ സങ്കീർണ ഭാവമായി മനുഷ്യൻ്റെ മസ്തിഷ്കം ഈശ്വരൻ്റെ സംവേദനം സാധ്യമാക്കി എടുക്കുകയാണ്. അതിനർത്ഥം ഈശ്വരനെ സൃഷ്ടിക്കുന്നത് മസ്തിഷ്കമാണ് എന്നുള്ളതല്ല. അതുകൊണ്ട് ഡസ് ദ ബ്രെയിൻ ക്രിയേറ്റ് ഗോഡ് ഓർ ഡസ് ദ ബ്രെയിൻ പെർസീവ് ഗോഡ് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. അതിൽ ഈശ്വരനെ മസ്തിഷ്കം പെർസീവ് ചെയ്യുന്നതേ ഉള്ളൂ, ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് ഒരു ന്യൂറോ സയൻറ്റിസ്റ്റും ഇന്ന് ആഖ്യാനം ചെയ്യുന്നില്ല. അത് കൂടുതൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള പ്രത്യയശാസ്ത്രങ്ങളുടെ കാഴ്ചപ്പാടിൽ ന്യൂറോ സയൻസിനെ നോക്കിക്കാണുന്ന വ്യക്തികൾ മാത്രം നൽകുന്ന വ്യാഖ്യാനങ്ങളാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ മിസ്റ്റിസിസം എന്നാൽ എന്താണ് എന്ന ചോദ്യം എക്കാലവും പ്രസക്തമാണ്. മിസ്റ്റിക്കുകളായ വ്യക്തികൾ എക്കാലവും അത്യപൂർവമാണ്. ചിലർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൈവരുന്ന സിദ്ധി മാത്രമാണ് ഇത്തരം പല പ്രതിഭാസങ്ങളും. അത് നേടിയെടുക്കുവാനായി തുനിഞ്ഞിറങ്ങിയിട്ടുള്ളവർ വിജയിച്ച ചരിത്രങ്ങൾ വിരളമാണ്. രണ്ടു വശങ്ങൾ ഇവിടെ പ്രസക്തമാണ്. മനുഷ്യ മസ്തിഷ്കത്തിൽ സൃഷ്ടാവായ ദൈവം മറച്ചു വച്ചിട്ടുള്ള അനന്ത സാധ്യതകൾ മിസ്റ്റിക്കലായ അനുഭവങ്ങളിലൂടെ പ്രകടമാകുന്നു. മറ്റൊന്ന്, പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അമാനുഷികമായ വലിയ കാര്യങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നു. എന്തുതന്നെയായാലും ഇത്തരം അനുഭവങ്ങൾ വിശ്വാസത്തിൻ്റെയോ ആത്മീയതയുടെയോ അളവുകോലുകളല്ല എന്നത് പ്രധാനമാണ്. ന്യൂറോ റിലീജിയൻ്റെ വക്താക്കൾ പഠിക്കുന്നത് മിസ്റ്റിസിസം പോലെയുള്ള ഫെനോമിനാണ്. അത് മനുഷ്യൻ്റെ മതാത്മകതയുടെ സമഗ്രമായ ഒരു ചിത്രമല്ല മിസ്റ്റിസിസം എന്ന് പറയും. മിസ്റ്റിസിസം എന്ന് പറയുന്നത് ചുരുക്കം ചിലർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മതാത്മകത എന്ന് പറയുന്നതിൽ അതിൽ ഗ്രേസിൻ്റെ തലമുണ്ട്, അതിൽ സമൂഹത്തിൻ്റെ തലമുണ്ട്, നമ്മുടെ ട്രെയിനിങ്ങിൻ്റെയും അപ്ബ്രിങ്കിങ്ങിൻ്റെതുമായ മാനങ്ങളുണ്ട്, റിച്വലുകളുണ്ട്, റൂബ്രിക്സുകളുണ്ട്. അവയെല്ലാം മനുഷ്യൻ്റെ മതാത്മകതയുടെ ഭാഗമാണ്. ഇത്തരണത്തിൽ നോക്കുമ്പോൾ ന്യൂറോ റിലിജനെ നമുക്ക് മനുഷ്യൻ്റെ മതാത്മകതയുടേതയോ മിസ്റ്റിസിസത്തിൻ്റെയോ സമഗ്രവും അന്തിമവുമായിട്ടുള്ള ഒരു വ്യാഖ്യാനമായിട്ട് വിലയിരുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ന്യൂറോ റിലിജനും പരിമിതമായ ഒരു ആഖ്യാനം മാത്രമേ നൽകുന്നുള്ളൂ. എന്നാൽ ഇത് വളരെ പ്രസക്തമായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ആത്മീയതയുടെയും ദൈവദർശനത്തിൻ്റെയും നവീനങ്ങളായ ഒത്തിരി പുതിയ വാതായനങ്ങൾ നമുക്ക് തുറന്നു തരുന്ന ഒരു ശാസ്ത്ര മേഖലയാണ് എന്നുള്ളത് അംഗീകരിക്കേണ്ടിയിരിക്കും. ന്യൂറോ സയൻസിൻ്റെ വഴികളിലൂടെ ആധുനിക മനുഷ്യൻ തിരിച്ചറിയുന്ന സത്യങ്ങൾ അതിശയകരമാണ്. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെയും സൃഷ്ടാവിൻ്റെ കരവിരുതിൻ്റെയും എല്ലാത്തിനുമുപരി ജീവന്റെ മാഹാത്മ്യത്തിൻ്റെയും നേർക്കാഴ്ചകൾ ശാസ്ത്രത്തിൻ്റെ സൂക്ഷ്മനേത്രങ്ങളിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നു. സൃഷ്ടിയുടെ മാഹാത്മ്യം തേടി ശാസ്ത്രത്തിൻ്റെ വഴികളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുന്നു. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 974590
1960. പഞ്ചക്ഷതം എന്ന് പറയുന്നത് ഉത്കൃഷ്ടമായ ആത്മീയതയുടെയും ക്രൂശിതനായ ക്രിസ്തുവിനോടുള്ള താതാത്മീകരണത്തിൻ്റെയും ഒക്കെ വലിയ നിദർശനങ്ങളാണ്. അത്തരം വ്യക്തികളെ വലിയ വിശുദ്ധരായിട്ടാണ് ക്രിസ്തീയ പാരമ്പര്യം കണക്കിലാക്കുന്നത്. പഞ്ചക്ഷതത്തെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്? സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒറിജിൻസിൻ്റെ ഉത്ഭവം ഒന്നും ശാസ്ത്രത്തിന് തെളിവുകളൊന്നും കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത് പോസിറ്റീവായിട്ട് ശാസ്ത്രം പറയുന്ന കാര്യം, എന്നാൽ ഈ പഞ്ചക്ഷതധാരികൾ ആരും തന്നെ കൃത്രിമമായിട്ട് ഈ മുറിവുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളതിനും തെളിവുകളില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ രഹസ്യമായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരിക്കാം ചിലരെങ്കിലുമൊക്കെ. പക്ഷേ ഇവയൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മുറിവുകളാണ് എന്നുള്ളതിനും യാതൊരു തെളിവുകളും ഇല്ല എന്നുള്ളതാണ്.